ഈ ആലപ്പുഴ ജിംഖാന സിനിമാ തിയേറ്ററിൽ പോയി കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഈ OTTയിൽ ഇപ്പോൾ ഒരു പ്രിൻ്റ് ഇറങ്ങിയിട്ടുണ്ട്. ഇതും ആ സിനിമാ തിയേറ്ററിൽ കാണിച്ചത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? എന്തോ സെൻസർ ചെയ്ത് കുറേ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത പോലെ ഉണ്ട് എനിക്ക് ഇത് കണ്ടപ്പോൾ. കാരണം എന്തോ ഒരു അൺകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സിനിമ പോലെ ഉണ്ട് ഇത്. എൻ്റെ ഭാഗ്യം കൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയിരുന്നില്ല. ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഒരു ഭാഗ്യമായിട്ടാണ് ഇത് കാണുന്നത്. ആദ്യം ഒരു കോച്ച് വരുന്നു, കോട്ടയം നസീർ. പിന്നെ പുള്ളിനെ കാണാനേ ഇല്ല. പിന്നെ ഇല്ല, പുള്ളി സിനിമയിലില്ല. എവിടെ പോയി അറിയില്ല. ദാ വരുന്നു അടുത്ത കോച്ച്. ഒരു കോച്ച് ഭയങ്കര ബിൽഡപ്പിലെ ഒരു കോച്ച് വരുമ്പോൾ ഈ നാഷണൽ പ്ലെയർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് വേണം? ഒരു 2-3 സീന് പുള്ളിയുടെ ഒരു എലിവേഷനോ അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു സ്കില്ലോ എന്തെങ്കിലും കാണിക്കാൻ ഈ പിള്ളേരിനെ അടിച്ചിരുന്നല്ലാതെ ഒരു എന്തെങ്കിലും ഒന്നും വേണ്ടേ? അതും ഇല്ല. പിന്നെ വേറൊരു കാര്യം, ഈ +2 കഴിഞ്ഞിട്ട് ഗ്രേസ് മാർക്ക് എന്നുള്ള സംഭവമില്ലേ? ഗ്രേസ് മാർക്ക് എനിക്ക് കിട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞത് ശരിയാണോ നോക്കൂ. +2 കഴിഞ്ഞിട്ട് നമ്മൾ പരീക്ഷ +2 തോറ്റു, പരീക്ഷ എഴുതണം. പരീക്ഷ എഴുതുന്ന ആ ഒരു ഗ്യാപ്പിൽ ഗ്രേസ് മാർക്ക് കിട്ടുമോ? ഇല്ലല്ലോ. അത് ഓൾറെഡി ആ +2 പഠിക്കുമ്പോഴല്ലേ ഇത് ചെയ്യേണ്ടത്. ഇവരാണെങ്കിൽ റിപ്പീറ്റ് ചെയ്യാൻ പോകണമില്ല, സ്കൂളിലേക്കൊന്നും പോകുന്നില്ല, അതൊന്നും കാണിക്കുന്നില്ല. ഫുള്ള് +2 പഠിക്കുമ്പോഴല്ലേ ഈ ഗ്രേസ് മാർക്ക് കിട്ടുക? അറിയില്ല, ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഈ UFC ബോക്സിംഗ് ഒക്കെ കാണുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ ഒരു മെൻറ്റാലിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ കോണർ ആയാലും മൈക്ക് ടൈസൺ ആയാലും എല്ലാവരും ഭയങ്കര പബ്ലിക്, അവർ ഇത്ര അഗ്രസീവാണ് അവർ. അപ്പോൾ ഒരു ഫൈറ്റ്, അവരുടെ ഒരു ക്രൂഷ്യൽ ഒരു ഫൈറ്റ് നടക്കുമ്പോൾ ജയിച്ച് നിൽക്കുകയാണ് ഒരാൾ. ഇത് ഒപ്പോണന്റിന്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ട് ഭീഷണിപ്പെടുത്തുന്നു. അപ്പോൾ ഭീഷണിപ്പെടുത്തുന്നവരെ കാണുമ്പോൾ നമുക്ക് എന്ത് വേണം? ഇവന്മാരത്തെ സീനാണ്, ഇവന്മാര് പറഞ്ഞ് കേട്ടില്ലെങ്കിൽ പണി കിട്ടും പുറത്തിറങ്ങിയ എന്ന് തോന്നണ്ടേ? അപ്പോഴല്ലേ എന്നാ തോറ്റു കൊടുക്കുക എന്ന് തോന്നുന്നു. ഇത് ഏതോ കുറച്ച് കോമഡി പീസുകൾ വന്നിട്ട് 2 വാക്ക് പറയുമ്പോഴേക്കും ജയിച്ച് നിൽക്കുന്ന ഒരാൾ. ഈ ബോക്സിങ്ങിലൊക്കെ ഈ അഡ്രിനാലിൻ റഷ് കൊണ്ട് മറ്റേ പവറായിട്ട് നിൽക്കായിരിക്കും. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഈ ചെറിയ കാര്യത്തിന് 2 പേര് വന്ന് പറയുമ്പോഴേക്കും അങ്ങനെ വാക്കോറിട്ട് വരുന്ന അങ്ങനെ ഒരു ബോക്സിങ് ആളും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് പിള്ളേരല്ലേ, പിള്ളേരിങ്ങനെ ചെയ്താൽ പിന്നെ പേടിച്ചിടാന്നും പറയാം. ഇത് മറ്റേ പയ്യനല്ലേ, അയാള് ചെറിയ പ്രായമൊന്നും അല്ലല്ലോ, ഏട്ടൻ എന്നൊക്കെ അല്ലേ ഇവർ വിളിക്കുന്നത്. എനിക്ക് ആ ലോജിക്ക് മനസ്സിലായില്ല. ഇത് എന്ത് കോച്ചാണ് ഇത്? ഇത്രയും പെൺപിള്ളേരിന്റെ പിന്നാലെ നടന്ന് പ്രേമിക്കുക, പക്ഷെ ഒരു ഉമ്മ വയ്ക്കാൻ പറ്റില്ല. സോറി, അതറിയില്ല. ബാക്കിയെല്ലാം അറിയാം. അത് പിന്നെ പോട്ടെ, ഒരു ഫസ്റ്റ് ടൈം ഒരു ടെൻഷൻ ഉണ്ടാവും, അത് പോട്ടെ, കുഴപ്പമില്ല. ഇതിലാകെ ഉള്ളത് ഒരു 5-6 തവണ ആർപ്പോ ഹീറോ അത് മാത്രമുണ്ട്. എല്ലാവരും ഇവരിൻ്റെ സപ്പോർട്ട്. അത് എന്തിനാണ് ഇവർക്ക് സപ്പോർട്ട് ചെയ്യണമെന്നും അറിയില്ല. ഇവർ അണ്ടർഡോഗ്സ് ആയതുകൊണ്ടാണോ? അണ്ടർഡോഗ്സ് ആണോ? തൊട്ട് മുന്നേ അല്ലേ വാക്കോറ കൊടുത്ത് പോയത്. പിന്നെ എങ്ങനെയാണ് ഇവർക്ക് ഇത്രയും ഈ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത് ഇവരിനെ? മിസ്റ്റർ, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ? ഒന്നും മനസ്സിലാവുന്നില്ല.